അഖില, നമ്മുടെ ശാരിക ബിഗ് ബോസിൽ നിന്നും പുറത്തായി എന്ന് പറയുന്നില്ല, അവരുടെ എന്താ പറയാ ഗെയിം അവസാനിച്ചു, അവർ പുറത്ത് ഇറങ്ങുന്നു. അല്ല, ഔട്ടായി എന്നൊന്നും ഞാൻ പറയില്ല. ചേട്ടൻ കാണാറുണ്ടോ? ഞാൻ കുറച്ച് ഈ ശാരികയുടെ ഇത് മുഴുവനായിട്ടൊന്നും കാണാറില്ല. ശാരികയുടെ ആ ഒരു പോർഷനൊക്കെ വരുമ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് കാണാറുണ്ട്. പക്ഷെ അവരിറങ്ങിയ ശേഷം വിമർശനങ്ങൾ ഉന്നയിച്ചോ? ചില ഓൺലൈൻ ഒരിക്കലില്ല. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പ്രേക്ഷകരും കേരളത്തിലുള്ള ആളുകളൊക്കെ നിൽക്കുന്നത്. എന്തൊക്കെയാ കമന്റുകൾ വരുന്നത്? അയ്യോ, ഇതൊരു അൺഫെയർ ഗെയിമാണ്, അൺഫെയർ എവിക്ഷൻ ആയി പോയി, അവര് നല്ല രീതിയിൽ കളിച്ചൊരു വ്യക്തിയാണ്, ഇതിലും മോശമായിട്ട് കളിക്കുന്നവർ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ട് ഇത്രയും ആക്റ്റീവായി നിന്ന ഒരാളെ പുറത്താക്കി എന്ന തരത്തിലുള്ള കമന്റുകളാണ് ആളുകളാണേലും പറയുന്നത്, ഇടുന്നത്. എനിക്ക് തോന്നുന്നത് ശാരിക അവരുടെ വ്യക്തിത്വം സൂക്ഷിച്ചുകൊണ്ടാണ് അവിടെ പെരുമാറിയത്. അതെ, ഒരു ഗ്രൂപ്പിലും കേറാതെ അവരവരുടേതായ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെല്ലാം അവര് തുറന്നു പറഞ്ഞിട്ടുണ്ട് അവിടെ. പിന്നെ ചുമ്മാ ബഹളം വെക്കലും തല്ലുപടി ഒന്നും ഇടപെട്ടിട്ടില്ല. ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചു എന്നുള്ള ഞാൻ പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്തായതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം അവിടെ ആളുകളൊക്കെ പങ്കെടുക്കുന്ന ആളുകളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഒരു സംസാര രീതിയാണേലും മോശപ്പെട്ട രീതിയിലൊന്നും ആരെയും പറഞ്ഞിട്ടില്ല. ഞാനൊക്കെ കാണുന്ന ഈ രേണുസുതിയുടെ, ഇനിയിപ്പോ രേണുസുതി എന്ന് പറഞ്ഞപ്പോ എന്റെ മേലെ രേണുസുതിയൊക്കെ ഈ തലവേദന, അതിന്റെ കൂടെ കണ്ണടയ്ക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ട്രോളൊക്കെ ഇറങ്ങിയല്ലോ ഇപ്പോഴും. അങ്ങനെ ചില കോപ്രായങ്ങളിലൊന്നും പെടാതെ ശാരിക മാന്യമായി പെരുമാറി ആ ഒരു ടാസ്കിൽ ഉൾപ്പെട്ടു എന്നല്ലേ തോന്നുന്നു. അതെ, പക്ഷെ ആദ്യ ഒരു വീക്കില് പുള്ളിക്കാരി ഇച്ചിരി ഒരു ഒന്ന് പതുങ്ങിയൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നിയായിരുന്നു. അതോടെയാണ് ബിഗ് ബോസ് സീക്രട്ട് റൂമിലേക്ക് മാറ്റിയത്. പക്ഷെ അത് തിരിച്ചു വരവൊരു നല്ല ഒന്നാം തരം തിരിച്ചു വരവായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു പാട്ടൊക്കെ പാടിയായിരുന്നു, കണ്ടന്റ് ഉണ്ടാക്കുന്നൊക്കെ. അതെ അതെ. അപ്പൊ തിരിച്ചു വന്നതിന് ശേഷം പുള്ളിക്കാരി നല്ല ആക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു, ഗെയിമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊക്കെ കളിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു എവിക്ഷൻ വന്നത്. എവിക്ഷനിൽ അവിടെ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല പുള്ളിക്കാരി എവിക്റ്റഡ് ആവുമെന്ന്. മറ്റൊരാളും കൂടെ പുറത്തായില്ലേ? അത് അതിന് മുമ്പ്. ഇപ്പൊ രണ്ടുപേരല്ലേ? മൊത്തം 4 പേരാന്ന് ഫോളോ ചെയ്യാറില്ല. ശാരിക ഉള്ളതുകൊണ്ട് കുറച്ചെങ്കിലും നോക്കിയിരുന്നു. എനിക്ക് ഈ പരിപാടിയോട് വലിയ താല്പര്യമില്ല. പക്ഷെ ശാരിക അവിടെ നിന്ന് ഇറങ്ങി കൂടുതൽ എന്താ പറയാ മാധ്യമ പ്രവർത്തന മേഖലയിൽ കൂടുതൽ സജീവമായിട്ട് തന്നെ ഉണ്ടാവും. അതെ, കൂടുതൽ അവസരങ്ങൾ അവർക്ക് എന്തായാലും കിട്ടും. ഇന്റർവ്യൂ ഒക്കെ തുടങ്ങിയ ആളുകൾ, അതുപോലെ തന്നെ ഇന്റർവ്യൂകളിലൂടെ വളരെയധികം മോശപ്പെട്ട ഒരു അഭിപ്രായം, മോശപ്പെട്ട ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അതെ, ഇമേജ് അവർക്കുണ്ടായിരുന്നു. ആ ഒരു ഇമേജ് ഇതിലൂടെ ജോലിയുടെ ഭാഗമാണെന്ന് പലർക്കും അറിയത്തില്ല. അത് കാണുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. അവരെ വേറെ രീതിയിലൊക്കെ എത്രയോ മോശപ്പെട്ട രീതിയിൽ ആളുകള് കമന്റ് ഇടാറുണ്ട്. ആ ആൾക്കാരെ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു നമ്മള് ഡിബേറ്റ് ചെയ്യുമ്പോഴേ അഖിലിരിക്കുന്ന സീറ്റിലിരുന്നിട്ട് നമ്മള് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ വിഷമം തോന്നാറുണ്ടോ? എന്ത് വിഷമം? ലൈഫിനെ ഇത്രയും പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് അല്ലേ? അവരുടെ ലൈഫ് എന്താണെന്നുള്ളത് അവർ ഇന്റർവ്യൂവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവര് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങള്, മകളായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അമ്മ, ആ രീതിയിലൊക്കെ നോക്കുമ്പോഴേ സാധാ ഒരു ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ നല്ല പോസിറ്റീവോടെ കണ്ട് എങ്ങനെ അതിനെ അതിജീവിക്കാമെന്ന് പറയുന്ന, അതായത് നമ്മുടെ ഒരു ബിഗ് ബോസിലെ ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ കോപ്രായങ്ങളൊന്നും കാണിക്കാതെ മാന്യമായി പെരുമാറി ഇറങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബഹളം വെച്ചും റീൽസ് ഉണ്ടാക്കിയും അല്ലേ, ഈ ട്രോളർമാർക്ക് അവസരം ഉണ്ടാക്കാതെ ഇറങ്ങി. അതില് അഭിമാനിക്കാം നമുക്ക്. ഇനി അവരെ ഇപ്പോഴും തന്നെ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു ഒരു ഓൺലൈൻ മീഡിയ കൊച്ചിയിലുള്ള. ശാരികയുടെ നമ്പർ തരുമോ, ഇന്റർവ്യൂ എടുക്കാനാണ് നമ്മുടെ നിന്റെ പഴയ സുഹൃത്ത്. അപ്പം നമ്പർ ഞാൻ ചോദിച്ചിട്ട് തരാം എന്ന് പറഞ്ഞു. ഇപ്പോഴേ തന്നെ അവരുടെ പിന്നാലെയായി ആളുകൾ. അപ്പം ശാരിക ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല അല്ലേ, അതൊരു കഴിഞ്ഞു, അവിടുന്ന് പുറത്തിറങ്ങുന്നു. ഇനി നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക് ശാരിക വരും. കൂടുതൽ അവിടുത്തെ വിശേഷങ്ങൾ കൂടുതൽ അറിയാനും പറ്റും. കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറയുമല്ലോ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഗെയിമും മറ്റു കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പൊ നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു സാധ്യത. അതെ, നമുക്ക് തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. എന്താണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ബിഗ് ബോസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ബിഗ് ബോസിലൂടെ ശാരികയ്ക്ക് ഗുണമുണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ശാരിക എന്താണെന്നുള്ളത് അറിയാത്ത കുറെ പേരുടെ ഇടയിലേക്ക് ശാരികയുടെ അതാ ഞാൻ പറയും, നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ട് തന്നെ
പോസിറ്റീവ് പറയിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ശാരിക ചേച്ചിക്ക്. അത് തന്നെ. പിന്നെ ഇന്റർവ്യൂലൊക്കെ തല്ലുകൂടുന്നതും ബഹളം വെക്കുന്നതും ഒക്കെ അത് അതിൽ ഏറ്റവും വലിയ കാര്യം ആ ഇന്റർവ്യൂല് രേണുസുതിയായിട്ടുള്ള ആ ഇന്റർവ്യൂ ആണ് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകളൊക്കെ ആളുകൾ ഇട്ടത്. പക്ഷെ അവിടെ ചെന്നിട്ട് ബിഗ് ബോസിന്റെ അകത്ത് രേണുസുതി ആയിരുന്നു ശാരികയുടെ ഏറ്റവും കൂട്ടുള്ള ആള്. ശാരിക ചേച്ചി പുറത്തു പോയപ്പോ അവിടെ ഇരുന്ന് കരഞ്ഞ ഒരാള് രേണുവാ. അപ്പൊ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മളെ കൂടുതൽ അടുത്തറിയുമ്പോഴാണ് ആളുകൾ ഇങ്ങനെയുള്ള ആളുകളാണ് എന്ന് മനസ്സിലാവുക. അപ്പം ശാരിക അവിടുന്ന് ഇറങ്ങി, ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയെങ്കിലും അതിലും വലിയ ബോസായിട്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് വലിയ വലിയ അവസരങ്ങൾ ലഭിക്കട്ടെ. ഈ ഫ്ലോറിലും ഉടനെ പ്രതീക്ഷിക്കാം.